യെസ്, വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക തർക്ക വിഷയത്തിലെ സ്വാഭാവികമായ ധവളപത്രം പുറത്തിറക്കലുള്ള അടുത്ത നടപടികളിലേക്ക് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ആ നീക്കം ഉടനുണ്ടാവുമെന്ന് കരുതാം. ഇതിനിടയിൽ വരുന്ന സുപ്രധാനമായ ഒരു കാര്യം, കോൺഗ്രസിനെ കുറിച്ചിരുന്ന UDF-നെ കുറിച്ചിരുന്ന മന്ത്രിസഭാ വകുപ്പ് വിഭജനം സംബന്ധിച്ച അന്തിമ ധാരണയിലേക്ക് മുന്നണി നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്ന കാര്യം കൂടിയാണ്. ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പം എല്ലാം ഒഴിവാകുന്നു. തൊഴിൽ യുവജനകാര്യം OJ ജനീഷിന് കൈമാറാനാണ് തീരുമാനം. ദേവസ്വം വകുപ്പ് AP അനിൽകുമാറിന് നൽകും. ആരോഗ്യം കായികം വകുപ്പുകൾ K മുരളീധരൻ നൽകുമെന്നതാണ് പ്രധാനപ്പെട്ട ഇപ്പോഴുണ്ടായിരിക്കുന്ന ധാരണ. അങ്ങനെയെങ്കിൽ ആരോഗ്യ വകുപ്പിന് പുറമെ കായിക വകുപ്പ് കൂടി K മുരളീധരന് കിട്ടുകയാണ്. ഒപ്പം ദേവസ്വം വകുപ്പ് AP അനിൽകുമാറിന് കൈമാറാനാണ് തീരുമാനമുണ്ടാകുന്നത്. മറ്റ് തർക്കമുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ കൈമാറിക്കൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് തന്നെ ആ വകുപ്പ് ഏറ്റെടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വരികയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് നേരത്തെ രൂപപ്പെട്ടിരുന്ന പ്രതിസന്ധി ഒഴിയുന്നു, കോൺഗ്രസിനുള്ളിൽ ധാരണയാകുന്നു. അങ്ങനെയെങ്കിൽ പട്ടിക ഇപ്പോൾ ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറി എന്ന കാര്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ അതൊരു നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പാണ്. എന്തായാലും ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ ഒഴിവായി എന്നാണ് മനസ്സിലാവുന്നത്. വകുപ്പ് വിഭജനം സംബന്ധിച്ച ധാരണയിലേക്ക് മുന്നണി യോഗം UDF-ൽ ധാരണയുണ്ടായിരിക്കുന്നു. ഫിഷറീസ് വകുപ്പ് കടലിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന ആവശ്യം ലത്തീൻ സഭ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവഗണിച്ച് ലീഗിന് തന്നെ അത് കൈമാറുന്നു എന്നതാണ് സാധന. സഭയ്ക്ക് അനാവശ്യമായി വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന ഒരു ധാരണയും എന്നൊരു നീക്കം കൂടി നേരത്തെ മുന്നണിക്കകത്ത് പൊതുവിലുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ആ നീക്കമുണ്ടാവുന്നത്. ഏതായാലും വകുപ്പ് വിഭജനം സംബന്ധിച്ച ധാരണ ഇങ്ങനെയാണ്. ഉന്നത വിദ്യാഭ്യാസം റോജി M ജോൺ, തൊഴിൽ യുവജനകാര്യം OJ ജനീഷാണ്, ദേവസ്വം വകുപ്പ് AP അനിൽകുമാറിനാണ്, ആരോഗ്യം കായിക വകുപ്പുകൾ K മുരളീധരൻ എന്നിവർ കൈകാര്യം ചെയ്യും. മറ്റ് വകുപ്പുകളെല്ലാം നേരത്തെ ഉണ്ടായ ധാരണ പ്രകാരം തന്നെ പോകും. ആശയക്കുഴപ്പമുണ്ടായ ഈ വകുപ്പുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ തരത്തിൽ തീരുമാനമെടുക്കുന്നത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഒടുവിൽ ആ തർക്കമുണ്ടായ കാര്യത്തിൽ ധാരണയുണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? തീർച്ചയായിട്ടും മൂന്നാം ദിവസം മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത മൂന്നാം ദിവസം പട്ടിക ഗവർണർക്ക് കൈമാറിയിരിക്കുന്നു. അല്പസമയം മുമ്പ് നേരത്തെ പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ പട്ടിക ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് കൈമാറി. വൈകാതെ നോട്ടിഫിക്കേഷൻ, ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങും. ഫിഷറീസ് വകുപ്പിനെ ചൊല്ലിയായിരുന്നു പ്രധാന തർക്കം. ഫിഷറീസ് ലീഗ് തന്നെ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിലൊരു സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകും. മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസമാണ്. റോജി M ജോൺ നൽകാൻ നേരത്തെ തീരുമാനമെടുത്തതാണ്. റോജി M ജോൺ തന്നെ ആ വകുപ്പ് നൽകുകയാണ്. വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ലീഗിൽ നിന്നെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും വലിയ പ്രതിഷേധം, വലിയ പ്രതിരോധം ലീഗ് തീർത്തു. അങ്ങനെയാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ഉന്നത വിദ്യാഭ്യാസം എടുത്ത് റോജി M ജോൺ എന്ന മന്ത്രിക്ക് നൽകാൻ തീരുമാനമെടുത്തത്. ഫിഷറീസ് മുസ്ലിം ലീഗിന് നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധം ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്നും ധീവര സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ വിഭാഗത്തിലെ നേതാക്കൾ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കരുത്, അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന അഭിപ്രായം നേതൃത്വത്തെ അറിയിച്ചു. ഈ ലത്തീൻ സഭാ നേതാക്കൾ, പ്രത്യേകിച്ച് ലത്തീൻ സഭ വൈദികർ, ബിഷപ്പുമാരുമൊക്കെ ഈ നിലപാടുമായി സർക്കാരിനെ സമീപിച്ചു. പരസ്യമായി തന്നെ യൂജിൻ പെരേരയെ പോലെയുള്ളവർ, കടലിനെ അറിയുന്നവർ വകുപ്പ് ഏറ്റെടുക്കണം. അത് ഇല്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിരവധി മരണങ്ങൾ, ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളുടെ മരണങ്ങൾ ഉണ്ടായപ്പോൾ പോലും വലിയ അവഗണനയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്നലെ ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ യൂജിൻ പെരേരയെയും അതുപോലെ തന്നെ ബിഷപ്പിനെയും കാണാനായി രണ്ട് മന്ത്രിമാർ, തിരുവനന്തപുരത്തിന് രണ്ട് മന്ത്രിമാർ K മുരളീധരനും CP ജോണും വെള്ളയമ്പലം ബിഷപ്പ് ഹൗസിലെത്തിയിരുന്നു. അതിനുശേഷവും സഭാ നേതൃത്വം പറഞ്ഞത് ലത്തീൻ കടലിനെ അറിയുന്നവർക്ക് തന്നെ ഈ വകുപ്പ് നൽകണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് അങ്ങനെയല്ല. അത് അബ്ദുൽ ഗഫൂർ, ലീഗിൻ്റെ കളമശ്ശേരി ജനപ്രതിനിധി കൂടിയായ, കളമശ്ശേരി അംഗം കൂടിയായ അബ്ദുൽ ഗഫൂർ ആ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലത്തീൻ സഭയുടെ പ്രതികരണം വളരെ നിർണായകമാകും. അവരുടെ ഒരു സമ്മതത്തോടു കൂടിയാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും ആ രീതിയിൽ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്, ആലോചിച്ചിരിക്കുന്നത്. മറ്റു വകുപ്പുകൾ ആരോഗ്യവും ദേവസ്വവുമായിരുന്നു K മുരളീധരന് നൽകിയത്. പക്ഷേ മുരളീധരന് രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കുന്നത് KC വേണുഗോപാൽ പക്ഷേ എതിർത്തു. അവരുടെ പ്രധാനപ്പെട്ട നോമിനിയായ ഗ്രൂപ്പ് മാനേജറെ പോലെ പ്രവർത്തിക്കുന്ന AP അനിൽകുമാറിനെ വൈദ്യുതി മാത്രം
നൽകിയതിൽ അവർക്ക് അമർഷമുണ്ടായിരുന്നു. അങ്ങനെ ദേവസ്വം വകുപ്പ് മുരളീധരനിൽ നിന്ന് അനിൽകുമാർ നൽകാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തതെന്നാണ് നമുക്ക് ഈ അവസാന തീരുമാനം ആ രീതിയിലാണെന്നാണ് മനസ്സിലാകുന്നത്. സ്പോർട്സ് യുവജനകാര്യ വകുപ്പുകളാണ് നേരത്തെ OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് നൽകാൻ തീരുമാനമെടുത്തത്. പക്ഷേ അതിൽ സ്പോർട്സ് ദേവസ്വം പോകുമ്പോൾ പകരം കെ മുരളീധരന് കായിക വകുപ്പ് കൂടി നൽകും. തൊഴിൽ വകുപ്പ് ബിന്ദു കൃഷ്ണയ്ക്ക് നൽകാനാണ് നേരത്തെ ആലോചിച്ചത്. ബിന്ദു കൃഷ്ണയിൽ നിന്ന് തൊഴിൽ വകുപ്പ് എടുത്ത് അത് യുവജന കാര്യത്തിനൊപ്പം OJ ജനീഷിനും നൽകും. ബിന്ദു കൃഷ്ണ സാമൂഹ്യനീതി, വനിതാ ശിശു വികസന വകുപ്പുകളുടെ മന്ത്രിയായി VD സതീശൻ മന്ത്രിസഭയിൽ പ്രവർത്തിക്കും. വകുപ്പ് വിഭജനം പൂർത്തിയാവുന്നു. എന്തായാലും തർക്കത്തിനൊടുവിൽ അത് പൂർത്തിയാവുന്നു എന്നുള്ളതാണ്. പക്ഷേ ഉയരുന്ന ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതായത് ഫിഷറീസ് വകുപ്പ് വേണം, കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ലത്തീൻ സഭ അടക്കമുള്ളവരുടെ ആവശ്യം. അതിനോട് എന്ത് നിലപാട് കോൺഗ്രസ് എടുത്തില്ല എന്നത് സ്വാഭാവികമായും ഇനി തർക്കവിഷയമായി മാറുമോ? മറ്റൊന്നുകൂടിയുള്ളത്, ന്യൂനപക്ഷ വിദ്യാഭ്യാസ വകുപ്പുകൾ ഏറ്റെടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഒരു വാർത്താക്കുറിപ്പിലൂടെ തന്നെ ആവശ്യപ്പെട്ടതാണ്. ആ ഒരു സമ്മർദ്ദവും കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പക്ഷേ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷ വകുപ്പൊക്കെ ലീഗിലേക്ക് തന്നെ പോകുന്നു എന്ന സാഹചര്യം കൂടിയാണ്. അതുണ്ടാക്കാൻ പോകുന്ന തർക്കം നമുക്ക് വിശദമായി പരിശോധിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.